സുഹൃത്തുക്കളെ, ഞാനൊരു ഇംഗ്ലീഷ് വാക്യം പറയാം. ഐ ആം ഗോയിങ് ടു ഹോം. ഞാൻ വീട്ടിൽ പോകുന്നു. നമ്മൾ പലപ്പോഴും വരുത്താറുള്ള ഒരു തെറ്റാണ് ഈ വാക്യത്തിൽ കാണുന്നത്. ഐ ആം ഗോയിങ് ടു ഹോം. ഈ ഗോയിങ് എന്ന വാക്കിന് ശേഷം വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനിടയിൽ പിന്നെ പ്രിപ്പോസിഷൻ ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ സ്കൂളിൽ പോകുന്നുവെങ്കിൽ പറയാം ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് പറയാം. പക്ഷേ വീട്ടിൽ പോകുന്നുവെന്ന് പറയാൻ ഐ ആം ഗോയിങ് ടു ഹോം എന്ന് പറയേണ്ട കാര്യമില്ല. ഐ ആം ഗോയിങ് ഹോം എന്ന് പറഞ്ഞാൽ മതി, ഞാൻ വീട്ടിൽ പോകുന്നു. ഇതുപോലെ മറ്റൊരു വാക്യമാണ് ഐ ആം ഗോയിങ് ടു ഷോപ്പിംഗ്. ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നു. ഈ വാക്യവും തെറ്റാണ്. ഷോപ്പിംഗ് എന്ന വാക്കിന് മുമ്പും ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഐ ആം ഗോയിങ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ മതി. വേറെ ഒരു വാക്യം കൂടെ ഇതുപോലെ ഉണ്ട്. ഐ ആം ഗോയിങ് ടു എബ്രോഡ്. ഈ വാക്യവും തെറ്റാണ്. ഗോയിങ് ടു എബ്രോഡ് എന്ന് പറയാൻ ഞാൻ വിദേശത്തേക്ക് പോകുന്നു. ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴും ടു എബ്രോഡ് പറയാൻ പാടില്ല. ഐ ആം ഗോയിങ് എബ്രോഡ്. ഞാൻ വിദേശത്തേക്ക് പോകുന്നു. അപ്പോൾ ഐ ആം ഗോയിങ് ഹോം, ഐ ആം ഗോയിങ് ഷോപ്പിംഗ്, ഐ ആം ഗോയിങ് എബ്രോഡ്. ഈ 3 വാക്യങ്ങളും ശരിയായ വാക്യങ്ങളാണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.